മമ്മൂക്ക മഹേഷ് നാരായണൻ മൂവി പുഷ്പ 2 എന്ന് പറയുന്ന അല്ലു അർജുൻ ചിത്രത്തിൻ്റെ പുത്തൻ അപ്ഡേറ്റുകളും കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ നെഗറ്റീവ് റിപ്പോർട്ട് നേടിയ പുഷ്പ 2 എന്ന് പറയുന്ന അല്ലു അർജുൻ ചിത്രത്തിൻ്റെ 7th ഡേയിലെ ടോട്ടൽ കേരള കളക്ഷൻ്റെ ട്രാക്കേഴ്സ് ഫിഗർ പുറത്തു വന്നിരിക്കുന്നു. ആദ്യ ദിവസം 6,35,00,000 രൂപ, രണ്ടാമത്തെ ദിവസം 2,25,00,000 രൂപ, മൂന്നാമത്തെ ദിവസം 2,25,00,000 രൂപ, നാലാമത്തെ ദിവസം 2,40,00,000 രൂപ, അഞ്ചാമത്തെ ദിവസം 75,00,000 രൂപ, ആറാമത്തെ ദിവസം 60,00,000 രൂപ, ഏഴാമത്തെ ദിവസം 43,00,000 രൂപ എന്നിങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് വീക്ക് കൊണ്ട് കേരളത്തിൽ നിന്നും ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത് 15,03,00,000 രൂപ. ഇന്ന് ഈ ഒരു ചിത്രം എട്ടാമത്തെ ദിവസം കേരളത്തിൽ നിന്നും ഏകദേശം 35 ലക്ഷം 40 ലക്ഷം റേഞ്ചിലുള്ള ഒരു കളക്ഷനാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ 8 ദിവസങ്ങൾ കൊണ്ട് കേരള കളക്ഷൻ മാത്രം ഏകദേശം 15,40,00,000, 42 ലക്ഷം, 43 ലക്ഷം ആ ഒരു റേഞ്ചിലേക്കാണ് ചിത്രത്തിന്റെ 8 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ എത്തപ്പെടുക. ഭീകരമായിട്ടുള്ള ഒരു നെഗറ്റീവ് റിപ്പോർട്ടാണ് ഈ ഒരു ചിത്രത്തിന് കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചതെങ്കിലും ഈ ഒരു ചിത്രം വിതരണത്തിനെടുത്ത ടീംസിന് യാതൊരുവിധ നഷ്ടവും വരുത്തി വെക്കാത്ത രീതിയിലുള്ള ഒരു കളക്ഷൻ ഫിഗറിലേക്ക് ഫൈനലി ഈ ഒരു ചിത്രം എത്തപ്പെടുമെന്ന് തന്നെയാണ് കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഷാർജയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മമ്മൂക്ക ഇന്നലെ ഷാർജയിലേക്ക് തിരിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സി എന്ന ചിത്രത്തിന്റെ ഒരു പാച്ച് ഷൂട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് തീർത്തതിന് ശേഷമാണ് മമ്മൂക്ക നേരെ ഷാർജയിലേക്ക് തിരിച്ചത്. 120 ദിവസത്തോളമാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിനായിട്ട് ഡേറ്റ് നൽകിയിരിക്കുന്നത്. മമ്മൂക്കയും ലാലേട്ടനും 2 വ്യത്യസ്ത ലുക്കിൽ ഈ ഒരു ചിത്രത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മമ്മൂക്ക ക്ലീൻ ഷേവിലും അതോടൊപ്പം ലാലേട്ടനും ക്ലീൻ ഷേവിലും ഈ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ലാലേട്ടൻ താടി പഠിക്കാത്തതിനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ലാലേട്ടനെയും മമ്മൂക്കയെയും ഒരേ ചിത്രത്തിൽ താടി ഇല്ലാതെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മഹേഷ് നാരായണൻ ചിത്രത്തിലെ മറ്റൊരു ഹൈലൈറ്റ്. ചിത്രത്തിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നയൻതാര ഈ ഒരു ചിത്രത്തിൽ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതാണ്. എന്നാൽ നയൻതാരക്ക് പകരം ഈ ഒരു ചിത്രത്തിൽ തൃഷയാണ് ഇനി എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം നായിക നിരയിൽ മഞ്ജു വാര്യറിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ എത്തിയാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് കൂടുതൽ വിശേഷങ്ങൾ എത്തിക്കാം. ഓക്കെ, ബൈ.